അടൂർ പ്രകാശ് മാധ്യമങ്ങളെ ചോദിക്കുകയുണ്ടായി. ഞാൻ എല്ലാത്തിനും മറുപടി പറയുകയുണ്ടായി. ആ മറുപടി പറഞ്ഞ അനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അതിനുശേഷം മറ്റ് യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. ഇന്നിപ്പോൾ ചാനലിൽ ഏതാണ്ട് ആഘോഷങ്ങൾ നടക്കുകയാണ്. എല്ലാ ചാനലുകളിലും ആഘോഷങ്ങൾ നടക്കുന്നത് അടൂർ പ്രകാശിനെ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു പോറ്റിയും കണ്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്ന് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം ചോദിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും എന്നോട് ചോദിച്ചു. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോറ്റിയുമായുള്ള അങ്ങയുടെ ബന്ധം എന്ത് കാരണം പറഞ്ഞാണ് അവർ ചോദ്യം ചെയ്യാൻ അങ്ങയെ വിളിച്ചു? എന്താ SP പറയുന്നത്? എന്ത് രൂപത്തിൽ അങ്ങയെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലീസ്? അല്ല, അത് സ്വാഭാവികമായും നിങ്ങളുടെ വാർത്തകളിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ വന്ന വാർത്തകൾ എന്ന് പറയുന്നത് അടൂർ പ്രകാശ് ഇതിന് വേണ്ട എല്ലാ ഹെൽപ്പുകളും കൊടുത്തു എന്ന് പറഞ്ഞാണ് വന്നിട്ടുള്ളത്. അതിന് അനുസരിച്ച് ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവരെന്നെ വിളിച്ചതനുസരിച്ച് ഞാൻ പോയി. അതല്ലാതെ എനിക്കൊരു നോട്ടീസും നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ അവിടെ പോയത് എന്നുകൂടി വ്യക്തമായി പറയാൻ കൂടി ഈ അവസരം ആഗ്രഹിക്കുന്നു. പൊതുജനത്തിന് മുമ്പിലുള്ളത് ഈ കുറച്ച് ചിത്രങ്ങളാണ്. ഒന്ന് സോണിയാഗാന്ധിയോടൊപ്പം, അത് എപ്പോഴും ഈ ഭരണപക്ഷം ആരോപിക്കുന്നതിനാലും സോണിയാഗാന്ധിയെ പോലെ ഒരാളെടുത്ത് അടൂർ പ്രകാശ് അല്ലെങ്കിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ അത് സാറിൻ്റെ ഒരു സ്വാധീനത്തിലാണ് അവിടെ എത്തിയെന്ന് പറഞ്ഞാണ് ആ ചിത്രങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു വാസ്തവം, അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഞാൻ അതുമായി ഒരു ബന്ധവും ഇല്ല. ഇയാൾ അപ്പോയിൻമെൻറ്റ് അവിടെ എടുത്തു. അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, സോണിയാഗാന്ധിയെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞനുസരിച്ച് അദ്ദേഹത്തോടൊപ്പം ഞാൻ പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. ഞാൻ ഈ കാര്യങ്ങൾ തന്നെയാണ് SITയുടെ മുമ്പിലും ഇപ്പോൾ വിശദീകരിച്ചിട്ടുള്ളത്. ഞാൻ പോയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പോയി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് പോകാനുള്ള കാരണങ്ങൾ ഇന്ന കാരണങ്ങളുണ്ട് എന്ന് അവിടെ ബോധിപ്പിക്കുകയുണ്ടായി. അതെല്ലാം അവരെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സോണിയാഗാന്ധിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അവിടെ പോയതുമായി ബന്ധപ്പെട്ട്? അല്ല, അത് സ്വാഭാവികമായുള്ള ചോദിക്കേണ്ട ചോദ്യങ്ങൾ അവർ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതിലേറ്റവും പ്രശ്നം ഇപ്പോൾ SIT അങ്ങയെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് CPM നേതാക്കളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിലൊരു രാഷ്ട്രീയ ഇടപെടൽ സംശയിക്കുന്നുണ്ടോ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൽ? ഒരു മറുപടി ഞാൻ പറയാം. നിങ്ങൾ എത്ര കിടന്ന് ആലോചിക്കുകയും നിങ്ങൾ എത്രയൊക്കെ സംപ്രേഷണം ചെയ്താലും ഇനിയിപ്പോൾ ഉള്ള നാളുകളിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വരുമ്പോൾ ഈ മരമുറി ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷണം നടത്താൻ വേണ്ടി ഞങ്ങൾ മുൻപന്തിയിൽ ആയിരിക്കും എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അതൊന്ന് പറഞ്ഞ് നിങ്ങളുടെ മാനേജ്മെൻറ്റിനെ കൂടി അറിയിക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. അന്ന് ഈ പോറ്റി കയറ്റി എന്ന് പറയുന്ന ആ ഒരു ഗാനം, ഇപ്പോൾ ഈ ഭരണപക്ഷ അംഗങ്ങൾ ആരോപിക്കുന്നത്, പ്രത്യേകിച്ച് മന്ത്രിമാരൊക്കെ പറയുന്നത് ആ ഗാനം തിരിച്ചു പാടേണ്ടി വരുമ്പോൾ UDF പ്രതിരോധത്തിലാവുകയാണ്. കാരണം UDF കൺവീനറാണ് ഇപ്പോൾ ഈ ഒരു മൊഴിയെടുപ്പിന് വേണ്ടി അന്വേഷണ സംഘം വിളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് രാഷ്ട്രീയപരമായി എങ്ങനെയാണ് കാണുന്നത്? UDF കൺവീനറെ ഒന്ന് വിളിപ്പിച്ചു എന്ന് കരുതി ഞാൻ അതിനകത്തൊന്നും വലിയ രാഷ്ട്രീയമായി ഒന്നും കാണുന്നില്ല. അതിനകത്ത് ഉള്ള കാര്യങ്ങൾ അവർക്ക് അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടക്കേണ്ട അവസരത്തിൽ അവർ കാര്യങ്ങൾ ചോദിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞ്. ഞാൻ ഒളിച്ചോടിയല്ലല്ലോ പോയത്. ഞാൻ നേരെ അവിടെ ചെന്നതിന് ശേഷം അവിടെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരാണ് എല്ലാവരെയും ഇവരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞു, സാർ നമുക്ക് പുറകിക്കട പോകാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പുറകിക്കട പോകുന്നില്ല, നേരെ തന്നെ മുമ്പിലൂടെ ഇറങ്ങി വന്ന് നിങ്ങളെ കണ്ടിട്ടേ പോരത്തുള്ളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞനുസരിച്ച് തന്നെയാണ് വന്നത്. അപ്പോൾ അതനുസരിച്ച് വന്നു, എല്ലാവരെയും കണ്ടു. അല്ല, ഇനിയിപ്പോൾ എന്നെ വിളിപ്പിക്കും എന്ന് എനിക്കറിയില്ല. അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിക്കുന്ന അനുസരിച്ച് കാര്യങ്ങളിലേക്ക് അവർ പോകും. എന്നെ അങ്ങനെ ആ തരത്തിൽ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ വിളിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് വരേണ്ടി വരുമെന്നോ എന്നെ അറിയിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു വേട്ടയാടലെന്നാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് സംശയം. എന്താ, ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്. മാത്രമല്ല UDFിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ ഞങ്ങൾ ഉപ്പളയിൽ നിന്നും ജാഥ ആരംഭിച്ചു. അതിഗംഭീരമായ ജാഥയാണ് അവിടെ നിന്നും
ഇങ്ങോട്ട് വന്നത്. ആ ജാഥ വരുന്ന അവസരത്തിൽ എന്നെ പിന്നെ പ്രതിപക്ഷ നേതാവും അതുപോലെ KPCC പ്രസിഡൻറ്റും അടക്കമുള്ള ആളുകൾ അവരോട് ചോദിച്ച് ഞാൻ പറഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ ശ്രീ M. മുരളിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പോകാൻ അനുവദിച്ചതനുസരിച്ചാണ് ഇന്നലെ തന്നെ പോരാൻ തീരുമാനിച്ചത്. പോരുന്ന അവസരത്തിൽ എന്തായാലും ഇവരെ കൂടി കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണാൻ പോയി. ഈ SITക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടെന്നുള്ള ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഈ ചോദ്യം ചെയ്യലും അതിന്റെ ഭാഗം അല്ല ഫോട്ടോ വെച്ച് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അടൂർ പ്രകാശിനെ മാത്രം ചോദ്യം ചെയ്താൽ പോരാ. ആ ചോദ്യം ചെയ്യൽ ഉണ്ടാകേണ്ടത് അടൂർ പ്രകാശിനെ വിളിക്കുന്നതോടൊപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും വിളിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല. മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ചിത്രമുണ്ട്. ആ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ആ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷണം നടക്കട്ടെ. സാർ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പോറ്റിയുടെ എനിക്ക് ഒരു ഊർജ്ജവും കുറവില്ല. ഇപ്പോൾ ഊർജ്ജം കുറേ കൂടി പകർന്നു വന്നിട്ടുണ്ട്. ആ പകർന്നു കിട്ടിയ ഊർജ്ജവുമായിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ നാളെ വൈകിട്ട് നേരെ കണ്ണൂർക്ക് പോകാൻ പോകുന്നത്. എന്ന് വെച്ചാൽ UDFൻ്റെ ജാഥയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി ഞാൻ നാളെ കണ്ണൂർക്ക് പോകും. എനിക്ക് ഒരു നോട്ടീസും നൽകിയിട്ടില്ല. സൗഹൃദപരമായി എന്നെ വിളിച്ചിട്ട് ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് ഒളിച്ചു നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് മറ്റ് ഒരു കാര്യവും മറച്ചു വെക്കാനില്ല. അവരുടെ മുമ്പിൽ പോയി ഉള്ള കാര്യങ്ങൾ പറയണം എന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നതാണ്. അവർ വിളിച്ചതനുസരിച്ച് ഞാൻ പോയി അവരെ കണ്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്.